ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബോട്ട് ഹൗസിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഊട്ടി ബോട്ട് ഹൗസിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് ബോട്ടിങ് ചെയ്യാം. ഓക്കെ, ബോട്ടിങ്ങിനുള്ള ഫീസ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 20 രൂപ വെച്ചിട്ടല്ലേ? ആ, അപ്പോൾ ഫീ കിട്ടി. നമുക്കിനി ബോട്ടിങ്ങിൽ എൻട്രൻസിൻ്റെ ഫീ മാത്രം. ഓക്കെ, ഇപ്പോൾ ഇതാ കാണുന്നത് നമ്മൾ എൻട്രി ഫീ കൊടുത്തിട്ട് നമ്മൾ 20 രൂപ എൻട്രി ഫീ കേട്ടോ, അത് കൊടുത്തിട്ട് നമ്മൾ കയറുവാണ്. അപ്പോൾ അതാ ഇനി ബോട്ടിന് വേണ്ടിയിട്ട് വേറെ പേയ്മെൻറ്റ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ. കണ്ടല്ലോ, നല്ല തിരക്കാണെന്ന്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എവിടെ ക്യൂ നിൽക്കണ്ടേന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. അവിടെ 399 കുർത്തീസ് കണ്ടപ്പോൾ ഇവിടെ എല്ലാവരും സ്റ്റക്കായിട്ടാ. കണ്ടോ, നമ്മൾ പെണ്ണുങ്ങളുടെ ആ ഒരു ഇതാണ്. 399 കുർത്തീസ് കണ്ടപ്പോൾ നമ്മളവിടെ സ്റ്റക്കായി. ബോട്ടിങ് നമ്മൾ പിന്നെ മാറ്റി വെച്ചു. കുറച്ച് പേരൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടാ. എല്ലാവർക്കും കയറണമെന്ന് ആഗ്രഹമുണ്ട്. 199 കിഡ്സ് ടീഷർട്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ബോട്ടിങ്ങിന് കയറാൻ വേണ്ടി നമ്മൾ എൻട്രി കയറി കഴിഞ്ഞിട്ട് അതിനുള്ളിലുള്ളൊരു കടയാണ് കേട്ടോ ഇത്. നമ്മുടെ കുർത്തീസിൻ്റെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ ടീമൊക്കെ കുർത്തി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കുർത്തി വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഇതാ കണ്ടല്ലോ, കുർത്തീൻ്റെ റേറ്റ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് 15 സീറ്ററിൻ്റെ ബോട്ട് എടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ 14 ഉണ്ട് കൗണ്ട്. പിന്നെ 4 സീറ്റർ 450, അതായത് 900 ടോട്ടൽ അടയ്ക്കണം. എന്നിട്ട് നമുക്ക് 450 റീഫണ്ടബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ ഫീ. ഓക്കെ, നമ്മളിവിടെ ബോട്ടിങ്ങിൻ്റെ ഫീ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ നിൽക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ 1600 എടുക്കുവാണ്. അപ്പുറത്താണ്. ഇത് ഇവിടെ ഒരു ഇറക്കമുണ്ട് കേട്ടോ, നോക്കണേ. അവിടെ ചെറിയ റൈഡൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചുണ്ട് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട്. ലേക്കിൽ കുറേ ബോട്ടിങ്ങൊക്കെ കുറേ ആൾക്കാർ നടത്തുന്നുണ്ട് ഓൾറെഡി. വളരെ സ്ഥലമൊക്കെ നല്ല നീറ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഊട്ടിയിൽ വരുന്നത്. അപ്പം എനിക്കിത് കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. കൊടൈക്കനാൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇടയ്ക്ക് പോകാറുള്ള സ്ഥലമാണ്. ഊട്ടി ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതാണ് അവിടെ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ വെള്ളത്തിലൊക്കെ കയറാനായിട്ട് ഭയങ്കര പേടിയുള്ള ആളാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ഭയങ്കര പേടിയാണ് എനിക്ക്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്, എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം അതാ ഏട്ടനും ശങ്കരനും കൂടി ഒന്ന് വാഷ്റൂം വരെ പോയതാട്ടോ. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നമ്മൾ ബോട്ടിങ്ങിന് കയറാൻ പോവാണ് കേട്ടോ. ഇപ്പം ഇവിടെ ഭയങ്കര ലോങ് ക്യൂവിൽ നിൽക്കുവാണ് കേട്ടോ. 8 സീറ്ററിൻ്റെ ബോട്ടിങ്ങിനുള്ള ക്യൂ ആണിത്. എത്ര നേരം എടുക്കുന്നില്ല കേട്ടോ, ഭയങ്കര ലോങ് ക്യൂ ആണ്. അപ്പോൾ അതാ നമ്മുടെ ബോട്ടിങ്ങിനുള്ള ക്യൂ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് നീങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചു ക്യൂ കണ്ടപ്പോഴേക്കും ഭയങ്കര കുറേ നേരം നിൽക്കേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് എത്തി കേട്ടോ. പെട്ടെന്ന് ആൾ കയറി പോകുന്നുണ്ട്. കണ്ടല്ലോ, അവിടെ ബോട്ടുകൾ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. ഇപ്പോൾ 7 സീറ്ററിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാം നല്ല നീറ്റാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ പകുതി സന്തോഷം. എല്ലാം നല്ല നീറ്റ് ആൻഡ് ഐഡിയ ആയിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. ഇപ്പം എത്തുമെന്ന് വിചാരിച്ചിട്ട് ക്യൂതായി ഇങ്ങനെ നീണ്ടു പോവുകയാണ് ഗൈസ്. ഞാൻ ഓർത്തത് ഇവിടം വെച്ച് കയറ്റുമായിരിക്കും. അപ്പോൾ ഇവിടെ അല്ല കേട്ടോ, നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകണം. ഇതാ കണ്ടല്ലോ, ആളെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോകണം കേട്ടോ. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ആയി ക്യൂ നിൽക്കുന്നത്.
കണ്ടോ ഓരോന്നിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. എൻജോയ് ചെയ്യുവാണ് അവര്. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറി. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനത്തെ സീറ്റുള്ള ബോട്ടാണ് കേട്ടോ. നമ്മുടെ ശങ്കരൻ ആദ്യമേ തന്നെ ജാക്കറ്റൊക്കെ ഇട്ട് സേഫ് ആവുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ആരെങ്കിലും ഇട്ട് തന്നെ, ഞാൻ വീഡിയോ ഒക്കെ എടുത്ത്. ജാക്കറ്റ് ഇല്ലാതെ നമ്മുടെ ഹീറോ ഇവിടെ ശങ്കരന് ജാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുവാണ്. അടിപൊളിയാണ് കേട്ടോ. അരമണിക്കൂറാണ് ബോട്ടിങ്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ ലേക്കിൽ ബോട്ടിങ് നടത്തുന്നത്. അപ്പോഴേ എന്താ പറയുക, ഒരുപാട് നേരമേ കയ്യിൽ ഈ മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് റിസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുവാണ് കേട്ടോ. ഇനി നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെയുള്ള നമ്മുടെ ആ ഒരു എന്താ പറയുക പർച്ചേസിംഗ് ഒക്കെ നടത്തുന്നതിൻ്റെ വീഡിയോ എടുക്കാം. ഓക്കേ, മൊബൈൽ വെള്ളത്തിൽ പോയാൽ 8ൻ്റെ പണി കിട്ടും എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. ഓക്കേ, ബൈ. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിങ് അവസാനിക്കുകയാണ് കേട്ടോ. ബോട്ടിങ് ഫിനിഷായി. ഒരു റൗണ്ടേ ഉള്ളൂ കേട്ടോ, അരമണിക്കൂറില്ല. അത് പെഡൽ ബോട്ടിങ്ങിനാണ് ഹാഫ് ആൻ അവർ ഉള്ളത്. ഇത് ഒരു റൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങിനൊക്കെ വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. 2 സീറ്ററുള്ള പെഡൽ ബോട്ടിനാണ് ഹാഫ് ആൻ അവർ. ഇതിപ്പോൾ ജങ്കാറിൽ കയറിയ ആ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങൾ വരുവാണെങ്കിൽ പെഡൽ ബോട്ട് ട്രൈ ചെയ്യുവാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ബോട്ടിങ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ 2 മണിയാണ് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തത്. ഇവിടെ റൈഡൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അതിലൊന്നും കയറുന്നില്ല. അപ്പോൾ നമ്മളിതാ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ കുറേ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആൻഡ് സീഡ്സ് ഉണ്ടല്ലോ. വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. പ്ലാന്റ്സും സീഡ്സും ഒക്കെ ഉണ്ട്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. ഹോഴ്സ് റൈഡിങ്ങിൻ്റെ റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹാഫ് റൗണ്ട് 125, ഫുൾ റൗണ്ട് 250, ഡബിൾ റൗണ്ട് 500. ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, ബോട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ഇതാ ഇവിടെ കണ്ടല്ലോ നിറയെ കടകളാണ് കേട്ടോ. ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഏരിയ ആണിത്. നിറയെ കടകളുണ്ട് ഉണ്ടല്ലോ. ഇവിടെ മുഴുവനും കടകളാണ് കേട്ടോ. അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ അതുമുണ്ട്. ചോക്ലേറ്റ്സും പിന്നെ അത്യാവശ്യം ടോയ്സും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം. നമ്മൾ ഫുഡ് എവിടെ കണ്ടാലും എടുക്കും. പക്ഷേ ഞങ്ങൾ ഇവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇതുവരെ ഫുഡൊന്നും ട്രൈ ചെയ്യുന്നില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് നമുക്ക് നോക്കാം. കഥയ്ക്കണു സംസാരിക്കാൻ പറ്റുന്നില്ല. നല്ല ഫ്രഷ് ക്യാരറ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. നമുക്ക് അടുത്ത സൈറ്റിൽ പോകുമ്പോൾ അതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് ലഞ്ച് വണ്ടിയുടെ അവിടെ എത്തുമ്പോൾ കാണാം. കാരണം അതിനകത്തെ പാത്രങ്ങളിലാണ് നമ്മളെല്ലാം അടച്ചു വെച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ. ഓക്കേ. കുതിരകൾ ഇങ്ങനെ നിൽക്കണം കണ്ടപ്പോൾ എടുക്കാതിരിക്കാനായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ്. നല്ല രസമുണ്ടല്ലേ ഈ കാഴ്ച. മനോഹരമായ ദൃശ്യങ്ങൾ അടങ്ങിയ ഒരു. അപ്പൊ നമ്മുടെ ലഞ്ചിന്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഓരോന്നോരോന്നോരോ നമുക്ക് കാണിക്കാം. അതുകൊണ്ട് ഇത് ചെമ്മീൻ വളർത്തിയത്, പിന്നെ നമ്മുടെ ഇത് മോര്, കുമ്പളങ്ങ മാങ്ങയും കൂടി ചാറ്,
ബീഫ് വിന്താലു. ഒന്ന് തുറന്നു കാണിച്ചു. ബീഫ് വിന്താലു. അപ്പൊ നമ്മുടെ പപ്പടം, നമ്മുടെ ചോറ്, പിന്നെ നമ്മുടെ മീൻ വറ്റിച്ചത്, പിന്നെ ഇതും കൂടെ തുറന്നു. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം. അപ്പൊ ഇത്രയും സംഭവങ്ങൾ നമുക്കിന്ന് ലഞ്ചിനും. അപ്പൊ നമ്മളിതേ ചോറ് വിളമ്പാൻ പോവാണ് കേട്ടോ. അപ്പൊ പിള്ളേർക്ക് ഫസ്റ്റ് പിള്ളേർ കയറിക്കും. ഇതൊക്കെ എന്തോ എന്റെ ലഞ്ച് പ്ലേറ്റ് ഉണ്ടോ? അടിപൊളി കറികളാണ് കേട്ടോ, സൂപ്പർ.